ഹലോ ഗായ്സ്, ഹൗ ആർ യു? ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഓപ്പൺ ടൈപ്പ് ഫിൽറ്റർ ബോക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ വണ്ടി. എന്താണെന്ന് വെച്ചാൽ പ്രീമിയർ 1180 തന്നെയാണ് എൻ്റെ വണ്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഇതിലുണ്ടായ കാർബറേറ്റർ എന്ന് വെച്ചാൽ കമ്പനി കാർബറേറ്ററാണ്, ഹിറ്റാച്ചി കാർബറേറ്റർ. അപ്പോൾ അത് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് മിക്കുനി കാർബറേറ്ററിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റ് എയർ കിട്ടുന്നില്ല, കാർബറേറ്ററിലേക്ക് എയർ കറക്റ്റ് പാസ്സാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫിൽറ്റർ ബോക്സ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും. ആ ഫിൽറ്റർ ബോക്സിന് സാധാരണ ഇത് മാരുതി 800ൻ്റെ ഫിൽറ്റർ ബോക്സ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ അതുകൊണ്ടാ അതിൽ ഒരു കട്ട് ചെയ്ത ഭാഗമില്ല, അത് എയർ ഫ്ലോ കൂടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും മതിയാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൈഡ് കൂടി കട്ട് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന മാർക്കിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം കാണുന്നത് നിങ്ങൾ. ഇതിലെന്ന് വെച്ചാൽ പ്രീമിയർ 1180 NE പെട്രോളിൽ നിസാൻ ഏറ്റവും വലിയ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് എയറും ഫ്യൂവലും മിക്സ്ചർ കറക്റ്റ് അല്ലെങ്കിൽ വണ്ടീൻ്റെ പെർഫോമൻസ് എല്ലാം കുറയും, വണ്ടിക്ക് വലിച്ചെല്ലാം ഉണ്ടാവില്ല, അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് വരും. അപ്പോൾ ഞാൻ കുറേ കാലം കവർ ചെയ്ത ഫിൽറ്റർ ബോക്സാണ് യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് എയർ കിട്ടാത്തതിൻ്റെ ഫീലിംഗ് അപ്പോൾ കറക്റ്റ് അതുകൊണ്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ കാരണം. റീസൺ എന്ന് വെച്ചാൽ ഡെറ്റ്സൺ 1200 എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. നിങ്ങൾ നെറ്റിൽ അടിച്ച് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ സെയിം ടൈപ്പ് എഞ്ചിനായിരുന്നു. അപ്പോൾ അവരെ കുറേ വീഡിയോസ് എയർ ഫ്ലോ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളാകുന്ന റീസൺ ഞാൻ എൻ്റെ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. ഫിൽറ്റർ ബോക്സ് മാരുതി 800ൻ്റെയാണ്. കാർബറേറ്റർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മുന്നേ ഹിറ്റാച്ചിൻ്റെ കാർബായിരുന്നു, ജപ്പാൻ കാർബ്. അത് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ മാരുതി എസ്റ്റീമിൻ്റെ കാർബറേറ്റർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 800 യൂസ് ചെയ്യാം. പക്ഷേ 800 യൂസ് ചെയ്താൽ നമുക്ക് അത്ര പെർഫോമൻസ് കിട്ടില്ല. നോർമൽ ഫ്യൂൽ എക്കണോമി എല്ലാം കിട്ടും, പക്ഷേ എങ്കിൽ പെർഫോമൻസ് കുറവായിരിക്കും. അതുകൊണ്ട് എസ്റ്റീമിൻ്റെ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യും. എസ്റ്റീമിൻ്റെ നല്ല പവറാണ് കാർബറേറ്റർ ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ എയറിൻ്റെ ഇഷ്യൂ ആണ് മെയിൻ. അതുകൊണ്ട് ഇപ്പം കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ബേസ്മെൻറ്റ് കട്ട് ചെയ്തിട്ടൊരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ഫിൽറ്റർ സീറ്റ് ആകുന്നുണ്ട്. പിന്നെ ടോപ്പ് കവറും കട്ട് ചെയ്തിട്ടുണ്ട് അതിന് കണക്കായിട്ട്. അതെന്താ 3 ലെഗ് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഞാൻ ജസ്റ്റ് ക്ലാമ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കത്ര തലവേദന ഉണ്ടാവില്ല. ക്ലിപ്പ് ചെയ്ത് ഈ മുകളിൽ ഒരു വാഷർ ഇട്ടിട്ട് 10 നമ്പർ നെട്ടാണ് വരുന്നത്, അത് ടൈറ്റ് ചെയ്ത് നോർമൽ മിക്കുനി കാർബറേറ്ററിലും ഉള്ള പോലത്തെ. ഇത് നമുക്ക് ഇതേപോലത്തെ ഓപ്പൺ ടൈപ്പ് കിറ്റ് വാങ്ങാൻ കിട്ടും, പക്ഷേ വലിയ കോസ്റ്റ്ലിയാണ്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റേതായ രീതിയിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇൻകേസ് ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ നല്ലൊരു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നല്ലൊരു കവർ ഉണ്ടാക്കും. ഇത് ഓക്കെ ആണെങ്കിൽ താങ്ക് യു ഗായ്സ്, താങ്ക് യു.